സോ ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറെ ലെവലായിട്ടൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് നമ്മൾ ടീമപ്പ് ആവാൻ പോവുകയാണ് ഗൈസ്. വേറെ ലെവലായിട്ടുള്ളവരാണ്. ഞാനപ്പോൾ എല്ലാവന്മാരോടും പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, വാടാ ടീമപ്പ് ആവാം. അപ്പോൾ എല്ലാവന്മാരും പറയുന്നത് എനിക്ക് ശരിയാടാ ടീമപ്പ് ആവാമെന്ന് പറയുന്നത്. പക്ഷേ ഗൈസ് രണ്ട് ദിവസം നമ്മുടെ വീഡിയോ യൂട്യൂബിൽ ഫുള്ളായിട്ടും നമ്മുടെ ക്ലാഷ് കോഡ് റാങ്ക്ഡ് പ്രാങ്കും അതും ഇതൊക്കെ ആയിരിക്കും ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തീം അറിയാമെങ്കിൽ അത് കമൻറ്റിൽ അറിയിക്കണം. അത് നമ്മൾ എന്തായാലും ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഗൈസ്, എല്ലാവരും ഒരുപോലെ വന്നില്ലടാ, ഇല്ലെങ്കിൽ അവന്മാർ പല രീതി വന്ന് അടിക്കും എന്ന് പറയുമ്പോൾ അവന്മാരെല്ലാവരും ഒന്നിച്ച് വന്നിന്ന് താറാവ് കാണിക്കുന്ന പോലെയും കൊഴുക്കുഞ്ഞ് കാണിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം എതിരൊരു ഫോർഡും ആദമും ഒക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു പറ്റത്തില്ലെന്ന്. അപ്പോൾ ഒരു പച്ചക്കുതിര ഹയാറ്റ് വന്നിന്ന് നമ്മളെ അടിക്കുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട് ഭീകരൻ നമുക്ക് ക്രോണോയെ ഇട്ട് തരുന്നുണ്ട്. ഞാൻ എങ്ങനെയെങ്കിലും ആ പച്ചക്കുതിരയെ ഒന്ന് ഫ്രണ്ടാക്കാൻ നോക്കുന്നുണ്ട്. അവനൊരു കണക്ക് ഫ്രണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നേരെ തിരിഞ്ഞോടുകയാണ് ഗൈസ്. അപ്പോൾ എനിക്ക് നോക്കാം, ഞാൻ ഇരുന്നിരുന്ന് പിന്നെ ഇരുന്നിരുന്ന് കാണിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല, മെഡിക്കറ്റ് അടിച്ചുകൊണ്ട് വരെ ഇരുന്നിരുന്ന് കാണിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല, അവൻ ഒരിക്കലും നോക്കാവത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മുടെ ഭീകരൻ ഓടിച്ചെന്ന് അവനെ അങ്ങ് നോക്കാക്കി. അപ്പോഴാണ് ഞാൻ ഈ ആദത്തിനെ ശ്രദ്ധിച്ചത്. ആദം വേറെ ലെവലായിട്ട് തന്നെ വേറെ ലെവലുള്ള ഇമോട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ നേരെ എന്ന് നമ്മളെ ഫ്രണ്ടാക്കുന്നുണ്ട്. അവനെ പോയി ഫോർഡ് പിന്നെ റിവൈവ് ചെയ്ത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ പേടിച്ച് മാറി എന്ന് മെഡിക്കറ്റ് കിട്ടുകയാണ്. ഞങ്ങളിവിടെ വന്ന് ഇന്ന് ഇമോട്ട് കാണിക്കുകയാണ്. ടീമപ്പായ പിന്നെ ഇമോട്ട് കാണിക്കണമല്ലോ, അതല്ലേ ആചാരം. അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ നിന്ന് ഇമോട്ട് കാണിക്കുകയാണ്. എല്ലാവരും ഒരുപോലെ ഇമോട്ട് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ലൈഫ് കുറവുകൊണ്ട് തന്നെ നമ്മുടെ ടീമേറ്റ് നമുക്ക് അലോ കിട്ടി തന്നിട്ടുണ്ട്. നമ്മൾ കാറെ കയറിയൊക്കെ ചാടിയിരുന്നുണ്ട്. മെഡിക്കറ്റൊക്കെ അടിച്ച് നേരെ വന്ന് നമ്മൾ പിന്നെയും കളിക്കുക. കാറെ കയറിയിരുന്ന് ഇമോട്ടിട്ട് സോൺ സിങ്ക് ആവുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സോൺ പിടിക്കാൻ വേണ്ടി ബുയ വേണം ഗൈസ്, ബുയ മുഖ്യം വരില്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ സോൺ പിടിക്കാൻ വേണ്ടി നേരെ വന്നപ്പം പിന്നെ പച്ചക്കുതിര ഇറങ്ങി വന്ന്. അപ്പോഴത്തെ ഞാൻ എൻ്റെ പെങ്കിൻ തന്നെ എൻ്റെ ഗ്ലൂ വെച്ച് ഞാൻ നേരെ ഗ്ലൂ ഇട്ട് കവർ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു രക്ഷയില്ല, അവനൊരിക്കലും ഫ്രണ്ടാവത്തില്ലെന്ന് പറഞ്ഞിട്ട് എന്നെ ആദ്യം അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഭീകരം കയറി ചെന്നപ്പം നമ്മുടെ അല്ലു വന്ന് തന്നെ നേരെ വന്ന് റിവൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റവന്മാരെല്ലാം ചെന്ന് റിവൈവ് അടിക്കാൻ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ മറ്റേ പച്ചക്കുതിര ഓടി വന്ന് നമ്മളെ എന്തായാലും കൊല്ലും പോയി അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ എപ്പോഴും അടിക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് എല്ലാവന്മാരും ഒന്നിച്ച് വന്ന് നമ്മളെ അടിക്കുന്നുണ്ട്. അപ്പോൾ സോൺ ശൃംഖായി ഒരു ഏറ്റവും ചെറുതായി വരുമ്പോഴത്തേനും നമ്മളെ ഫോർഡ് വന്ന് കൊന്ന് മോനെ ഒരു രക്ഷയില്ല. അവന്മാർ വെറും അലമ്പന്മാരാണ് ഗൈസ്. വേറെ ലെവലായിട്ട് അവന്മാർ അലമ്പുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ആൾ നമ്മൾ വിചാരിച്ച് നേരെ ഒന്ന് അടിക്കാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഡെസേർട്ടുകളൊക്കെ എടുത്തപ്പോൾ എനിക്ക് പിന്നെ ഒരു കാര്യം തോന്നി, അവന്മാർ പാവമാണെങ്കിലോ ചിലപ്പോൾ ഫസ്റ്റ് കളി ജയിക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞെങ്കിൽ പിന്നെ വേണ്ടാടാ, തോക്കെടുത്ത് കൈ വെച്ചോ, അടിക്കുകയാണെങ്കിൽ അടിച്ചാൽ മതി, അവന്മാർ തിരിച്ചിങ്ങോട്ട് അടിക്കുകയാണെങ്കിൽ അടിച്ചാൽ മതി, ഗ്ലൂകളൊക്കെ വാരി കൈ പെറുക്കി വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അവന്മാർ എനിക്ക് ശരിയാടാന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ ഓടി റെഡ് സോണൊന്ന് മാറാൻ വേണ്ടി നേരെ ഓടി ചെല്ലുമ്പം ഞാൻ പറയുന്നുണ്ട്, എടാ ചിലപ്പോൾ അവന്മാർ അടിക്കും, ഗ്ലൂകളൊക്കെ എടുത്ത് കൈ വെച്ചുകൊണ്ട് പോയിക്കോന്നും പറഞ്ഞിട്ട് ഞാനും ഗ്ലൂകളൊക്കെ കൈ വെച്ചുകൊണ്ട് പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ നേരെ അവന്മാർ കയറി വരുമ്പോൾ തന്നെ അവന്മാർ ഫ്രണ്ട് ആവുകയാണ്. മറ്റേ പച്ചക്കുതിര കാണുന്നില്ല. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാന്നും പറഞ്ഞുകൊണ്ട് നേരെ ചെല്ലുമ്പോൾ പച്ചക്കുതിര എവിടുന്നോ ചാടി വരുന്നുണ്ട് ഗൈസ്. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം. വേറെ ലെവലായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. അതമ്മ ഓടി വന്ന് പേടിച്ചിട്ട് നമുക്ക് ഗ്ലൂകളൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫോർഡ് ഇരുന്ന് അടിക്കുന്നുണ്ട്. M4A1 അവനെ എടുത്തുകൊണ്ട് വന്ന് ഫോർഡ് ഇരുന്ന് വേറെ ലെവലായിട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സച്ചി വേഗം നോക്കായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സച്ചിയെ റിവൈവ് ചെയ്യാൻ പോകുമ്പോൾ ബാക്കി എല്ലാവരും വന്ന് അടിക്കുന്നുണ്ട്. ഞാൻ ആ സമയത്താണ് ഇങ്ങോട്ട് മാറി വന്ന് പച്ചക്കുതിര ഇടാൻ നോക്കിയപ്പോൾ അവനിവിടെ ലൈൻസിൽ നിന്ന് മെഡിക്കറ്റ് അടിക്കുന്നത്. ഞങ്ങളെ ആരെ അടിച്ച അവന്മാരല്ലായിരുന്നു, ഇവന്മാരെല്ലാവരും കൂടെ ആയിരുന്നു ഞങ്ങളെ അടിച്ചത്. അവന്മാരെല്ലാവരും കൂടെ പ്ലാൻ ഇട്ടായിരുന്നു അവൻ മാത്രം അടിക്കാനുള്ളത്. എന്നിട്ട് ബാക്കി ഓസിന് വന്ന് അവന്മാർ ബാക്കി അടിക്കുന്നതായിരുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി വിട്ടുകൊടുത്താൽ പണിയാന്ന് വിചാരിച്ചുകൊണ്ട് അടുത്ത കളി തൊട്ട് നമ്മൾ വേറെ ലെവലായിട്ട് തന്നെ ഗണ്ണൊക്കെ എടുത്ത് അവന്മാരെ അടിച്ച് തൂഫാനാക്കാനുള്ള പരിപാടിക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞേടാ ഇനി നോക്കണ്ട, നേരെ പോയി അടിച്ചു, ഒന്നും നോക്കണ്ട, അവന്മാർ നമ്മളെ പറ്റിക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേനും ഇവന്മാരെല്ലാം കൂടെ പെവറായിട്ട് ഞങ്ങൾ നിൽക്കുകയാണ് ഗൈസ്. അപ്പം വീഡിയോ കുറച്ച് ലെങ്തിയാണ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ വീഡിയോ അഭിപ്രായം ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി തൊട്ട് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പെവറാണ് ഗൈസ്. ഇനി അവിടെ നിന്ന് നമ്മൾ നേരെ ക്ലോക്ക് ടവറിൽ എത്തി. എല്ലാം P90 തോംസൺ എല്ലാം എടുത്തുകൊണ്ട് നേരെ ഒന്ന് ഇവിടെ വയ്ക്കുമ്പോൾ എനിക്കറിയായിരുന്നു അവന്മാർ കയറി വരും, ഇതിലേക്കൂടെ കയറി വരുമെന്ന് ചോദിച്ചപ്പോൾ പക്ഷേ അവന്മാർ മറ്റേടത്തൂടാണ് ഗൈസ് കയറി വന്നത്. നമ്മുടെ ഒരുത്തൻ ചെന്ന് നോക്കാക്കി. അപ്പം പിന്നെ നമ്മളെ റിവൈവ് ചെയ്യാൻ വയ്ക്കുക. അപ്പം ഞാൻ പറഞ്ഞു പാവോടാ റിവൈവ് ചെയ്യാൻ നിൽക്കുകയെന്ന് പറഞ്ഞപ്പോൾ പുറകിൽ നിന്ന് വേറെ ലെവലായിട്ടുള്ള ഒരടി. അവന്മാരെയും ചെന്ന് നോക്കാക്കി. നമ്മുടെ ഭീകരനും നമ്മുടെ മറ്റേ ടീമേറ്റും കൂടെ നിന്ന് നോക്കാക്കി. അപ്പോൾ ഞാൻ ഭീകരൻ കാറ് വിളിക്കുന്നുണ്ട്, വാടാ റിവൈവ് ചെയ്യടാ. അങ്ങനെ ഭീകരൻ വന്ന് റിവൈവ് ചെയ്ത് അവൻ്റെ കയ്യിലുള്ള 3 ഗ്ലൂകളും തീർന്നെന്ന് തോന്നുന്നു.
അപ്പോൾ ഞാൻ ഓടി വന്ന് ഞാനൊരുത്തനെ കണ്ടായിരുന്നു, ഗ്ലൂ വാളിനകത്തൂടെ വരാൻ അടിക്കുന്നുണ്ട്, എന്തോ പറ്റിയെന്നറിയത്തില്ല. ഞാൻ വേഗം പറഞ്ഞു എടാ വാടാ റിവൈവ് ചെയ്യടാന്ന് പറഞ്ഞ് തിരിഞ്ഞപ്പോഴത്തേന് ഭീകരൻ നോക്ക്. അപ്പോൾ അല്ലു നമ്മളെ പുതിയ 100 ഗണിതുള്ള ചെല്ലാണ്ടത്തിന് തീർത്ത് നമുക്ക് വിക്ടറി അടിച്ചു തന്നിട്ടുണ്ട് ഗൈസ്. ഫേവറാണ് ഗൈസ്, ചെക്കൻ ഫേവറാണ്. അപ്പോൾ നമ്മുടെ ഈ കളിയിൽ MVP ആയിട്ട് വന്നിരിക്കുന്നത് സച്ചിയാണ്. എൻ്റെ ഈ P90 അതുപോലെ തന്നെ ഉണ്ടായിരുന്നു, ഗ്ലൂ വാളൊക്കെ വാരിപ്പെറുക്കി എടുക്കുന്നുണ്ട്. എന്തായാലും അമ്മരെ അടിച്ച് തൂഫാനാക്കി നമുക്ക് ബൂയെ മുക്കിയമ്പിക്കില്ലേ എന്ന് പറഞ്ഞ് ഞാൻ നേരെ വരുമ്പോൾ അവനാണ് ചത്തോണ്ട് പാവം ചത്തോണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഗ്ലൂ വാൾ ചോദിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ കൊടുത്തു, കിട്ട് കളയണം കഴിച്ചു. അതുകൊണ്ട് ഞാൻ കൊടുത്തു. അവൻ എല്ലാവരുടെ അടുത്ത് നിന്ന് ഗ്ലൂ വാൾ മേടിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ 300 രൂപയും കൂടെ ഉണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ പിന്നെയും ഒരു ഗ്ലൂ വാൾ മേടിച്ചു. എന്നിട്ട് ഈ കളി നേരെ വന്നേക്കുന്ന പോർച്ചുനോക്കാണ്. പോർച്ചുനോക്കൊക്കെ എന്ത് പോർച്ചുനോക്ക്, നമ്മൾ കണ്ടേക്കെ പോർച്ചുനോക്ക് തന്നെ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ ഓടി ചെല്ലുമ്പം പച്ചക്കുതിര അതിലെ കൂടെ വരുന്നുണ്ട്. എനിക്ക് ആ പച്ചക്കുതിര തീർക്കണം ഗൈസ്, അത് മാത്രമേ ഉള്ളൂ. എൻ്റെ ഈ കളിയിൽ ആ പച്ചക്കുതിര തീർക്കണം, അവന് ടീമപ്പ് ആവാൻ വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ ചെല്ലുമ്പോൾ നമ്മുടെ അല്ലും കൂടെ വരുന്നുണ്ട്. അല്ലു എന്നോട് പറയുന്നുണ്ട് എടാ ഇവിടെ തന്നെ ഉണ്ട് വേഗം പാടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ നേരെ ചെന്ന് നോക്കുമ്പോൾ പച്ചക്കുതിര കാണുന്നില്ല. അപ്പോഴാണ് അല്ലു അവിടെ നിന്ന് അടിക്കുന്നത്. അടിച്ച് കഴിഞ്ഞ് നമ്മുടെ സച്ചി അല്ലു എല്ലാവരും കൂടെ ഒന്ന് കൂട്ടത്തോടെ ഒന്ന് അവനെ അടിക്കുന്നുണ്ട്. ജസ്റ്റ് ഞാൻ മാറിപ്പോയില്ലായിരുന്നെങ്കിൽ നമുക്ക് കുമ്മനടിച്ചാൽ കില്ലം എടുക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം അവനെ ഇമോട്ടിട്ട് വെറുപ്പിക്കുന്നു. അവന് ടീമപ്പ് ആവാൻ വയ്യായോടാ, വാടാ ടീമപ്പ് ആവടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വേറെ ലെവലായിട്ട് തന്നെ ഇമോട്ടിട്ട് വെറുപ്പിക്കുന്നു. കുറച്ച് നേരം കൂടി ഇമോട്ടിട്ട് വെറുപ്പിക്കാൻ നടുക്കുമല്ലായിരുന്നെങ്കിൽ. അതുകൊണ്ട് തന്നെ ഇവന് കുറച്ച് നേരം സോൺ സ്ട്രിങ്ക് ആവുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇമോട്ടിട്ട് വെറുപ്പിന് മാറ്റിയിട്ട് ജസ്റ്റ് മിസ്സിന് നമുക്ക് ആ ഗ്ലൂ വാൾ കൈ കിട്ടി. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ചെല്ലുമ്പം നമ്മുടെ എതിര് 2 പേരും നോക്കാണ്, നമ്മൾ 4 പേരും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ് വേണ്ടാടാ റിവൈവ് ചെയ്തോട്ടോ അവന്മാർ, പരസ്പരം റിവൈവ് ചെയ്തോട്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു കണക്കിന് അവന്മാർ വെക്കുന്നില്ല. എല്ലാ അവന്മാരും പോയി അടി തൂത്തുവാരി മേടിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ അല്ലു നേരെ കയറി ചെന്ന് ഗ്രനേഡ് ഇട്ട് അവനെ അങ്ങ് തീർത്ത് കഴിച്ചു. ഈ കളി നമ്മുടെ ഭീകരൻ 8 നില പൊട്ടിയാണ് തോറ്റത്, ചത്തുപോയി പോട്ട് എന്ന് വിചാരിച്ചു. പിന്നെ അവൻ വന്ന് ഗ്ലൂ വാൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ 4 എണ്ണം ഉണ്ടായിരുന്നല്ലോ ഗൈസ്, എന്തിന് നമുക്ക് ഗ്ലൂ വാൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഗ്ലൂ വാളൊക്കെ എടുത്ത് കൊടുത്ത് വേറെ പെവറാവുന്നുണ്ട്. അത് കഴിഞ്ഞ് അവൻ എല്ലാവരുടെ അടുത്ത് നിന്ന് വെസ്റ്റൊക്കെ എടുത്ത് ചോദിക്കുന്നുണ്ട്. വെസ്റ്റൊക്കെ കൊടുത്ത് ഞങ്ങൾ പെവറാക്കി ചെറുക്കനെ വെക്കുന്നുണ്ട്, ചെക്കൻ കില്ലെടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെവറാക്കി വിടുന്നുണ്ട് ഗൈസ്. റെഡ് സോൺ മാറണം ഗൈസ്, എന്ത് ശല്യമാണ് ഗൈസ് ഈ റെഡ് സോണൊക്കെ. ക്ലാഷ് കോഡ് കളിക്കാൻ തന്നെ മടിക്കുന്ന ഈ ഒരു കാര്യം കൊണ്ടാണ്. നമ്മൾ പെവറായിട്ട് നിൽക്കുമ്പോൾ ഒരു റെഡ് സോണും കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ റെഡ് സോണൊക്കെ മാറി നേരെ ഓടുവാണ്. ഈ കളി വന്നേക്കുന്നത് നമ്മുടെ ഷിപ്പ് യാർഡിലാണ് ഗൈസ്. ഷിപ്പ് യാർഡിലാണെങ്കിൽ നല്ല കവർ എടുക്കാനൊക്കെ നല്ല സാധനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഫോർഡിനെ കണ്ടു. ഫോർഡ് അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ടീമേറ്റിനോടൊക്കെ വിളിച്ച് പറഞ്ഞടാ ഫോർഡ് ഇവിടെ ഉണ്ടടാ, 2 എണ്ണം അതിലെ കൂടെ ഓടുന്നുണ്ടടാ എന്ന് പറഞ്ഞപ്പോൾ അവന്മാർ പറഞ്ഞു ഞാനോടെ ഞാൻ കറങ്ങി തരാം, നീ അതിലെ കൂടെ പോകുന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ശരിയടാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവിടെ തന്നെ കവർ എടുത്തോണ്ടിരിക്കും. എനിക്ക് ആ പച്ച കുതിരയാണ് ഗൈസ് വേണ്ടത്. ജസ്റ്റ് കളിയായിരുന്നെങ്കിൽ അവന്മാർ നമ്മുടെ തലയടിച്ച് പൊളിച്ചാണ്. ജസ്റ്റ് നമ്മളൊന്ന് വെളിയിലോട്ട് പോയി. അതുകൊണ്ട് തന്നെ നമ്മുടെ ടീമേറ്റെല്ലാം ഫുള്ളാ കവർ എടുത്ത് നിന്ന് അടിക്കുമായിരുന്നു. അല്ലുവിന് നല്ല അടി കിട്ടി, ഭീകരന് നല്ല അടി കിട്ടി, എല്ലാവർക്കും നല്ല അടി കിട്ടി. അതുകൊണ്ട് തന്നെ ഞാൻ നേരെ ചെന്ന് അല്ലു പറയുന്നുണ്ടായിരുന്നു ഗൈസ് ഒരുത്തൻ നോക്കാണ് എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഞാൻ പവറാക്കാൻ വേണ്ടി ഓടിച്ചാടി അങ്ങോട്ട് കയറി ചെല്ലുകയും നമ്മൾ നോക്കാവുന്നുണ്ട്. എന്നെ രക്ഷിക്കാൻ വേണ്ടി അല്ലു ചാടി വരുമ്പോഴത്തേനും അവനും നോക്കാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫോർഡും ഞാനും എല്ലാം നോക്കാകുമ്പോൾ നമ്മുടെ സച്ചി പെവർ കാണിച്ച് ചാടി ഇറങ്ങി വരുവാണ് ഗൈസ്. പുതിയതായിട്ട് വന്ന വുപ്പേക്കർ വിട്ട് സച്ചി ഒരു ഹെഡ് അടിച്ച് നേരെ, ഹെഡാണോ കില്ലാണോ എന്നറിയത്തില്ല, നേരെ ചാടി വന്നിട്ട് എന്നെ റിവൈവ് ചെയ്യുന്നു. അവൻ്റെ ഒരു പച്ച ഗ്ലൂവാളൊക്കെ കാണിച്ച് പച്ച പിടിപ്പിട്ട് എന്നെ റിവൈവ് ചെയ്യുമ്പോൾ അല്ലു അവിടെ കിടന്ന് കാറി വിളിക്കുന്നത് എടാ അല്ലുവിനെ റിവൈവ് ചെയ്യടാ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലു സ്വന്തമായിട്ടങ്ങ് പറയുകയാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ നേരെ നമ്മൾ ഓടി ഭീകരൻ അവിടെ അടിക്കുന്നുണ്ട്. ഭീകരൻ്റെ അടുത്തോട്ട് നമ്മൾ പോവുകയാണ്. നല്ലടി അവനും കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ ലെവലായിട്ട് നമ്മൾക്ക് വിഷയമായിട്ട് വേറെ ലെവലായിട്ട് നമ്മൾ 2 കളി വിക്ടറി അടിച്ചിട്ടുണ്ട്. 2-2 ആയിരുന്നു നേരത്തെ കളി, ഇപ്പോൾ 3-3 ആയിട്ടുണ്ട്. റൗണ്ട് 6 ആണ് ഗൈസ്, MVP ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ അപ്ഗ്രേഡ് ചെയ്യുന്ന സാധനമൊക്കെ എടുത്തിട്ട് നമ്മളെല്ലാവരും പെവറായിട്ടിരിക്കുകയാണ്. ഡബിൾ വെക്ടർ മഷ്റൂം എല്ലാം അടിച്ച് നമ്മൾ പെവറായിട്ട് നിൽക്കുകയാണ്. കളി മാസ് ഇലക്ട്രിസിറ്റിയിലാണ് വന്നിരിക്കുന്നത് ഗൈസ്. മാസ് ഇലക്ട്രിസിറ്റി നമ്മൾ കടിച്ച് തൂഫാനാക്കാന്നും പറഞ്ഞിട്ട് നമ്മൾ പോകുമ്പോൾ എല്ലാ കളിയും നോക്കാവുകയാണ് ഗൈസ്. എന്ത് കഷ്ടമാണ് നോക്ക്, വിട്ട് കളയണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ പോവുകയാണ്. അപ്പം റെഡ് സോൺ മാറിയിട്ടുണ്ട്. നമ്മൾ നേരെ പോകുമ്പോൾ ഈ സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്, ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഗൈസ്. വേറെ ലെവലൊരു ആപ്പാണ്, റൂട്ടർ എന്നാണ് ആപ്പിൻ്റെ പേര്. നമുക്ക് കുട്ടി ഗെയിംസൊക്കെ കളിച്ച് മണി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി ഡൗൺലോഡ് ചെയ്ത് പെവറാക്കി നിങ്ങൾ
ഓരോരുത്തൻ്റെ അടുത്ത് അലോക്ക് ഒന്നും ചോദിക്കേണ്ട ഗൈസ്. നിങ്ങൾക്ക് തന്നെ കുട്ടി ഗെയിം കളിച്ച് ഇപ്പം മണി ഏൺ ചെയ്ത് നിങ്ങൾക്ക് തന്നെ അലോക്കിനെയും പല സാധനങ്ങളും എടുക്കാം ഗൈസ്. അപ്പം ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ. പിന്നെ നമുക്ക് ഗെയിമിലേക്ക് വരാം. അപ്പം ഗെയിമിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫോഡിക്ക് ചേട്ടൻ ഇവിടെ ഇപ്പോൾ ഉണ്ട്. വേറെ ലെവലിൽ ഹെഡ് ഷൂട്ട് കൊടുത്താൽ നമ്മൾ അവിടെ താഴെ അടിച്ചിടുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ പച്ചക്കുതിര ഇവിടെ ഇരിപ്പുണ്ട്, അവന് നെറ്റ് പോകാൻ തോന്നുന്നു പറഞ്ഞപ്പോഴത്തേന് പച്ചക്കുതിര അടിച്ചെന്നെ താഴെ ഇട്ട് ഗൈസ് സെഡാക്കി. അപ്പോഴത്തേക്ക് നമ്മുടെ ഭീകരം വന്ന് അവനെ അടിച്ച് താഴെ ഇട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞു എടാ ആദം, നമ്മുടെ ആദം വന്ന് അല്ലുവിനെ ഇടിച്ച് കൊല്ലുന്നുണ്ട്. റിവൈവ് ചെയ്യടാന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സച്ചി നമ്മുടെ മണ്ടയ്ക്ക് എറിയുന്നത് നമ്മളെ റിവൈവ് ചെയ്യുന്നുണ്ട്. എൻ്റെ അഹങ്കാരം എന്ത് പറയാനെന്ന് പറഞ്ഞിട്ട് നേരെ എന്ന് ആദാമത്തിനെ അടിക്കാൻ നോക്കുമ്പോൾ പുറകിൽ ആ പെണ്ണടിക്കുന്നുണ്ട്. ഈ കളി നമ്മൾ വേറെ ലെവലായിട്ട് തന്നെ നമ്മുടെ ഫീഗറിനെ ആദം അടിക്കുന്നുണ്ട്. തോംസൺ ഇട്ട് അവൻ നല്ല ഞെക്കി പിടിച്ച് നമ്മളെ നോക്കാക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ഗൈസ്.